നിനക്കായി മാത്രം ഭാഗം 8. അതല്ലച്ച, ഈ കോളേജിലൊക്കെ പോയി കഴിയുമ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പരസ്പരം ഇങ്ങനെ അടുത്ത് സംസാരിച്ചും പെരുമാറിയൊക്കെ വരുമ്പോൾ പിന്നീട് അത് വെറുതെ മറ്റു പല ബന്ധങ്ങളിലേക്കുമൊക്കെ ആയിപ്പോകും. അച്ഛനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കണം എന്ന രീതിയിൽ വൈശാഖ് ഓരോന്നൊക്കെ മെനഞ്ഞെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. വൈശാഖ് അങ്ങനെ കൂടെ പറഞ്ഞതും സുധീരൻ അതിനെക്കുറിച്ച് തന്നെ ഒന്ന് ശരിക്കും ആലോചിച്ചു. പണിക്കരൊക്കെ പറഞ്ഞതാണ് ഈ വർഷം തന്നെ വിവാഹം അങ്ങ് നടത്താമെന്ന്. അവർക്ക് ആകെ ഒരു മകനല്ലേ ഉള്ളൂ, പിന്നെയുള്ളതൊരു മകളായിരുന്നു. അതിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞതാണ്. അച്ഛൻ പറയുന്നത് കേട്ടതും വൈശാഖ് ഒന്ന് ചിരിച്ചു. അച്ഛൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നവൻ മനസ്സിലോർത്തു. അവരങ്ങനെ പറഞ്ഞപ്പോഴും ഞാനാണ് പറഞ്ഞത് അവളുടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കങ്ങോട്ട് വിവാഹം നടത്തായിരുന്നു അല്ലേ? അച്ഛൻ ആലോചനയോടെ ചിന്തിച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു. ഞാനും അത് തന്നെയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. പാപജാതകം തന്നെയുള്ള ഒരാളെ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ ഇപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന സ്ഥിതിക്ക് അധികം താമസിക്കാതെ വിവാഹം നടത്തുന്നത് തന്നെയല്ലേ നല്ലത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ വൈശാഖ് ഓരോന്ന് കുത്തി നിറച്ചുകൊണ്ടിരുന്നു. സുധീരൻ എന്തോ ആലോചിക്കുന്നത് പോലെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. നിന്റെ അമ്മയോടും അവളോടും ഒക്കെ സമ്മതം ചോദിക്കണം, കാര്യങ്ങളൊക്കെ പറയണം. സുധീരൻ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് പറഞ്ഞു. വൈശാഖും അതിനെല്ലാം തലയാട്ടി. എങ്കിൽ ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ സംസാരിക്കാം. സുധീരൻ പറഞ്ഞതും വൈശാഖ് തലയാട്ടി. അവൻ്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം താൻ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്ന സന്തോഷമായിരുന്നു. എൻ്റെ പെങ്ങളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയല്ലോ ഹരിനാരായണ. അച്ഛൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വഴി പുച്ഛത്തോടെ അവൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. വൈകുന്നേരം എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അതിനിടയിൽ പലതവണ വൈശാഖ് അച്ഛനെ ഒന്ന് നോക്കി. കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്ന രീതിയിൽ. ഭക്ഷണം കഴിക്കുന്നതിനിടയിലൊന്നും അയാൾ പറഞ്ഞില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയം ഈയിടെയായിട്ട് വൈകി അങ്ങനെ അതിൻ്റെ കൂട്ടത്തിലേക്ക് വരാറില്ല. മനസ്സിനങ്ങനെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് അവൾ തിരികെ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. വാവ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മുറിയിലേക്ക് കയറാൻ കോണിപ്പടികൾ കയറാൻ ഒരുങ്ങിയ നേരം തന്നെ അച്ഛൻ അവളെ താഴേക്ക് തന്നെ വിളിച്ചു. അവൾ സോഫയിൽ വന്നിരുന്നു. എല്ലാവരോടും കൂടിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 3 പേരും അച്ഛനെ എന്താണെന്ന രീതിയിൽ നോക്കി. ഞാൻ വാവയുടെ ജാതകം നോക്കിയപ്പോൾ പാപജാതകമാണെന്ന് അറിഞ്ഞല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ തന്നെ വേണം വിവാഹം കഴിക്കാൻ. ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. വൈകിയെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അച്ഛൻ അത് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന രീതിയിൽ അവൾ സംശയത്തോടെ അച്ഛനെ നോക്കി. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടും യോഗ്യൻ, നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ആൾ തന്നെ. അച്ഛൻ പറഞ്ഞതും വൈഗ അയാളെ ഞെട്ടലോടെയാണ് നോക്കിയത്. ഇത്ര വേഗമോ എന്നൊരു ചിന്തയിൽ. ആളെ പറഞ്ഞാൽ അറിയാൻ പറ്റും. അച്ഛൻ വീണ്ടും തുടർന്നതും എന്തോ ആലോചനയിലായിരുന്ന വൈഗ അയാളെ ഞെട്ടലോടെയാണ് നോക്കിയത്. ആളെ കണ്ട് പരിചയമില്ലെങ്കിലും കേട്ട് പരിചയമൊക്കെ ഉണ്ടാവും. നമ്മുടെ കാർത്തികേയ പണിക്കരുടെ ഒരേ ഒരു മകനാണ്. പേര് സാരംഗ്. നമ്മളൊക്കെ കണ്ടു കാണില്ല. അവൻ പഠിച്ചതും മറ്റുമൊക്കെ ബോർഡിംഗ് സ്കൂളിലാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ അവൻ ദുബായിൽ ജോലി ചെയ്യുകയാണ്. അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മുഖം നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. വൈശാഖിന് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് അവന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ വൈഗയുടെ മുഖം ആ ഒരൊറ്റ അറിവിൽ ആകെ ഇരുണ്ടുപോയി. അല്ലെങ്കിൽ തന്നെ ആകെ വിഷമമാണ് ഈയിടെയായിട്ട്. അതിൻ്റെ കൂടെ ഇതുകൂടി കേട്ടപ്പോൾ മനസ്സാകെ തളർന്നു പോവുകയാണ് ചെയ്തത്. ഇതിനൊക്കെ മറുപടി എന്ത് പറയണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാത്തതുപോലെ ഏതോ ലോകത്തെന്നതുപോലെ ഒരൊറ്റ ബിന്ദുവിലേക്ക് ദൃഷ്ടിയൂന്നി അവൾ അവിടെ ഇരുന്നു. വാവേ. അവൾ അങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അച്ഛൻ അവളെ വിളിച്ചു. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനിവിടെ പറയുന്നത് നിന്റെ കാര്യമാണ്. ഗൗരവത്തിലുള്ള അച്ഛൻ്റെ ചോദ്യം കേട്ടതും വൈഗ അപ്പോഴാണ് സ്വബോധത്തിലേക്ക് തിരികെ വന്നത്. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. പതർച്ചയോടെ എങ്ങനെയോ അവൾ അത്രമാത്രം പറഞ്ഞൊപ്പിച്ചു. അതിനിപ്പോൾ തന്നെ കല്യാണമൊന്നും വേണ്ട, സമയം ഇനിയുണ്ട്. ഞാനിതിപ്പോൾ പറഞ്ഞത് നമുക്കങ്ങ് ഉറപ്പിച്ചു വെക്കാമല്ലോ എന്ന് കരുതിയാണ്. അച്ഛൻ കൂട്ടിച്ചേർത്തു. വൈകിയാണെങ്കിൽ എന്തു പറയും എന്നറിയാതെ ആകെ പകച്ചു പോയൊരവസ്ഥയിലായിരുന്നു അന്നേരം. എനിക്ക് വേണ്ടച്ചാ. അതെന്താ വേണ്ടാത്തത്? അച്ഛൻ്റെ ശബ്ദത്തിലെ ഗൗരവത്തിൻ്റെ ആക്കം കൂടി. അതിൽ തന്നെ അവളുടെ ഉള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇനിയും അച്ഛനോട് തർക്കിക്കാൻ വയ്യ. പഠിച്ചു കഴിഞ്ഞിട്ട് മതി അച്ഛാ ഇതൊക്കെ. അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ടായാലും പഠിക്കാനാവും. അല്ലാതെ എതിർപ്പ് പറയാൻ മാത്രം ഈ ബന്ധത്തിനൊരു പ്രശ്നവും ഇല്ല.
അച്ഛൻ അവൾ പറഞ്ഞതിനെതിരായിട്ട് അവളോട് തിരികെ പറഞ്ഞു. വൈശാഖാണെങ്കിൽ വൈഗ വിവാഹകാര്യം എതിർത്ത് പറഞ്ഞപ്പോൾ ഇനിയൊരു പക്ഷേ അവൾ ഹരിയുടെ കാര്യം പറയുമോ എന്നൊന്ന് ഭയന്നു. എങ്കിലും അതുണ്ടായില്ല. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ അവരോട് ഞാൻ സംസാരിക്കട്ടെ. അച്ഛൻ അത് പറഞ്ഞ് കൂടുതലൊന്നും സംസാരിക്കാതെ സോഫയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. വൈഗ അവിടെ തന്നെ അനങ്ങാതെ ഇരുന്നു. അച്ഛൻ പുറത്തേക്കിറങ്ങിയതും അമ്മ അകത്തേക്ക് പോയിരുന്നു. വൈഗയുടെ നോട്ടം വന്നു നിന്നത് വൈശാഖിലായിരുന്നു. അവൻ അവളെ നോക്കാതെ എഴുന്നേറ്റ് നേരെ തൻ്റെ മുകളിലെ മുറിയിലേക്ക് നടന്നു. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ്റെ പിന്നാലെ തന്നെ അവളും നേരെ മുകളിലേക്കുള്ള പടികൾ കയറി. വൈഗ നേരെ വന്നു നിന്നത് വൈശാഖിൻ്റെ മുറിയുടെ മുന്നിലാണ്. അകത്തേക്ക് കയറിയില്ല അവൾ. പുറത്തു നിന്ന് നോക്കിയപ്പോൾ തന്നെ അകത്ത് നിൽക്കുന്ന വൈശാഖിനെ അവൾ കണ്ടു. അകത്തേക്ക് വാ. പുറത്തു തന്നെ നിന്നവളെ അവൻ അകത്തേക്ക് വിളിച്ചു. വേണ്ട, ഞാൻ കയറുന്നില്ല. ഏട്ടനൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൾ അവനോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? തീർത്തും പരിഹാസം മാത്രമായിരുന്നു അവളുടെ ശബ്ദത്തിൽ. അവളുടെ ചോദ്യത്തിന് മുന്നിൽ വൈശാഖ് ഉത്തരമില്ലാത്തതുപോലെ നിന്നുപോയി. ഏട്ടൻ്റെ ഈ മൗനം തന്നെ അതിന് ഉത്തരം തരുന്നുണ്ട് എനിക്ക്. ആകാശം തലകീഴായി മറിയൊന്ന് പറഞ്ഞാലും ശരിയേട്ടാ, ഞാൻ ഹരിയേട്ടനെ അല്ലാതെ വേറൊരാളെ വിവാഹം ചെയ്യില്ല. വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവളുടെ ശബ്ദത്തിന് അന്നേരം. ഓ, എൻ്റെ പേര് വൈശാഖ് സുധീരൻ എന്നാണെങ്കിൽ നിന്റെ വിവാഹം കാർത്തികേയ പണിക്കരുടെ മകൻ സാരംഗായിട്ട് തന്നെ നടന്നിരിക്കും. അവൻ്റെ വീരവാദത്തോടെയുള്ള സംസാരം കേട്ടതും വൈഗ അതിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടൻ്റെ ആത്മവിശ്വാസം നല്ലതിന് തന്നെയാണ്. പക്ഷേ അങ്ങനെയൊരു കാര്യം സംഭവിക്കില്ല എന്നത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അവളുടെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടിയുള്ള സംസാരത്തെ വൈശാഖ് സംശയത്തോടെയാണ് നോക്കിയത്. ഇത്രമാത്രം ഉറപ്പോടെ അവൾ പറയാൻ എന്ത് ധൈര്യമാണ് അവൾക്കവൻ പകർന്നു കൊടുക്കുന്നത് എന്ന സംശയമായിരുന്നു അവനിൽ അന്നേരം. വാവേ, നിനക്കവൻ്റെ സ്വഭാവമൊന്നും അറിയില്ല. സ്വന്തം അച്ഛനെ കൊലക്കി കൊടുത്തവനാണവൻ. ലോകം മുഴുവൻ അങ്ങനെ വിശ്വസിച്ചാലും ഞാൻ ഒരാൾ ഈ പറയുന്നത് വിശ്വസിക്കില്ലേട്ടാ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. നടക്കില്ലത്. അവൻ ഹരിയെക്കുറിച്ച് അങ്ങനെയൊരു കാര്യം പറയുന്നത് കേട്ടതും ഉള്ളിൽ ഒരു ചെറിയ നോവ് തോന്നിയെങ്കിലും വൈഗ വീറോടെ തന്നെ തിരികെ പറഞ്ഞു. പഴയ വൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കരുതേട്ടാ. നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല കാര്യങ്ങൾ. എന്തൊക്കെയായാലും ഇപ്പോൾ പറഞ്ഞ വിവാഹകാര്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ ഉദ്ദേശമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം. അവനോട് പറഞ്ഞുകൊണ്ട് വൈഗ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. അവൾ പോയ വഴിയെ ഒന്ന് നോക്കിക്കൊണ്ട് വൈശാഖ് നേരെ മുന്നിലെ ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അവനൊന്ന് നിന്നു അവിടെ. മുറിയിലേക്ക് കയറി വാതിലടച്ച് വൈഗ അതിലൂടെ തന്നെ ഊർന്നിരുന്നു. ഇത്രയും നേരം പിടിച്ചു നിർത്തിയിരുന്ന കണ്ണുനീരെല്ലാം പാടെ ഒഴുകിയിറങ്ങി. സഹിക്കാൻ വയ്യാത്തതുപോലെ അവൾ തേങ്ങി. ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ ഒതുക്കി പിടിച്ചു. അത് അവളുടെ ഉള്ളിലെ നോവിൻ്റെ ആക്കം കൂട്ടി. കരഞ്ഞു കരഞ്ഞ് അവൾ നന്നേ തളർന്നു പോയിരുന്നു. ഹരിയെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ മനസ്സിൽ ഇത്രയും സങ്കടഭാരത്തോടെ അവനെ വിളിക്കാൻ കഴിയില്ല. തൻ്റെ ഉള്ളിലുള്ള ഈ സങ്കടങ്ങളെല്ലാം അവൻ്റെ മേലേക്ക് ഇറക്കി വെക്കാനാവില്ല തനിക്ക്. കാരണം മനസ്സിൽ തന്നിലും 100 ഇരട്ടി സങ്കടം താങ്ങിക്കൊണ്ട് നടക്കുന്നവനാണവൻ. പുറത്ത് പറയുന്നില്ലെങ്കിലും അവൻ്റെ ഉള്ളിലെ വിങ്ങുന്ന നോവ് മറ്റാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും തനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ താൻ വല്ലാതെ പതറിപ്പോകുന്നത്. അവൻ്റെ നോവെന്ന് പറയുമ്പോൾ അത് തൻ്റെയും കൂടി നോവാണ്. മറ്റെന്താണെങ്കിലും കുഴപ്പമില്ല. അവൻ വിഷമിച്ചിരിക്കുന്നത് മാത്രം കാണാനാവില്ല തനിക്ക്. അത്രമാത്രം താൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ തിരിച്ചു. മനസ്സിലേക്ക് ആഴത്തിൽ വേരൂന്നിപ്പോയ പ്രണയത്തെയാണ് പറിച്ചു മാറ്റാൻ ആവശ്യപ്പെടുന്നത്. ഇനി ഒരിക്കലും അത് മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് തനിക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നിലും കൂടുതലായിട്ട് മറ്റാർക്കാണ് അറിയുന്നത്? ആളുകളോട് പറയുമ്പോൾ കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തനിക്ക് തോന്നിയ വെറുമൊരു പ്രായത്തിൻ്റെ ചാബല്യമാണിത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ തനിക്ക് അങ്ങനെയല്ല. ഇത് തൻ്റെ ആദ്യത്തെ പ്രണയമാണ്, അവസാനത്തെയും. അവനെയല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്തേക്ക് കാണാൻ കഴിയാത്ത വിധം അത്രമാത്രം അവൻ തന്നിൽ വേരുറച്ചു പോയിട്ടുണ്ട്. വാതിലിൻ്റെ മുന്നിൽ തന്നെ അങ്ങനെ കിടന്ന് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി ഉറങ്ങിപ്പോകുമ്പോഴും അവളുടെ ഫോണിൽ ഹരി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കതകിലുള്ള ശക്തമായ തട്ടൽ കേട്ടുകൊണ്ടാണ് വൈഗ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. പക്ഷേ ഉണർന്നിട്ടും ഉണരാൻ കഴിയാത്ത വിധം അവളുടെ കണ്ണുകളെയും ശരീരത്തെയും ക്ഷീണം ബാധിച്ചിരുന്നു. പെട്ടെന്നൊന്ന് കണ്ണ് ചിമ്മി തുറന്നപ്പോഴാണ് താൻ ഇന്നലെ രാത്രി മുഴുവൻ ഈ തറയിലാണ് കിടന്നുറങ്ങിയതെന്ന് അവൾക്ക് മനസ്സിലായത്. തണുപ്പടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. ശരീരമാകെ വല്ലാതെ വേദന എടുക്കുന്നുണ്ട്. മാത്രമല്ല ആകെ മരവിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ. വാവേ, അമ്മയാണ് വീണ്ടും വീണ്ടും വാതിലിൽ തട്ടിക്കൊണ്ട് വിളിക്കുന്നതെന്ന് അവൾക്ക് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി.
വേഗം തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ശരീരത്തിൻ്റെ വേദന കൊണ്ട് അവൾക്ക് പതിയെ എഴുന്നേൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതെന്ത് കോലാണ് വാവേ? വാതിൽ തുറന്നപ്പോൾ തന്നെ മുന്നിൽ മുടിയാകെ പാറിപ്പറന്ന് കണ്ണും മുഖവും എല്ലാം വീർതിരിക്കുന്ന രീതിയിൽ നിൽക്കുന്നവളെ നോക്കി അമ്മ ചോദിച്ചു. വയ്യേ നിനക്ക്? അമ്മ അവളുടെ നെറ്റിയിലും കഴുത്തിലുമെല്ലാം കൈവച്ചുകൊണ്ട് ചോദിച്ചു. നല്ല പനിയുണ്ടല്ലോ. നെറ്റിയിൽ നിന്നും കൈയെടുത്തുകൊണ്ട് അമ്മ പറഞ്ഞപ്പോഴാണ് അവൾക്കും പനിയുണ്ടെന്ന് മനസ്സിലാകുന്നത്. എന്തോരം തവണ വിളിച്ചു ഞാൻ, വിളി കേൾക്കുന്നില്ല, വാതിൽ തുറക്കുന്നുമില്ല. സമയം 10 മണി കഴിഞ്ഞു. പേടിച്ചു ഞാൻ. അവളെ മുറിയുടെ അകത്തേക്ക് കൊണ്ടുവന്ന് കട്ടിലിലേക്ക് ഇരുത്തുന്നത് വഴി അമ്മ പറഞ്ഞു. വൈഗ ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ടിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നവൾക്കുണ്ടെങ്കിലും ഇന്നലെ രാത്രി നന്നായിട്ട് കരഞ്ഞതുകൊണ്ട് തന്നെയും അതുപോലെ തറയിൽ കിടന്നതുകൊണ്ട് തണുപ്പടിച്ചിട്ടുമാണെന്ന് തോന്നുന്നു തൊണ്ട വല്ലാതെ വേദന എടുക്കുകയാണ്. സംസാരിക്കാൻ പോലും ആവുന്നില്ല. അമ്മ ചോദിച്ചതും അവൾ തൊണ്ടവേദന എടുക്കുന്നുണ്ട് എന്ന ആംഗ്യം കാണിച്ചു. എങ്കിലും മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേക്ക്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം, അത് കഴിഞ്ഞ് വന്ന് കഞ്ഞി കുടിക്ക്. അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അമ്മ താഴേക്ക് പോയി. അമ്മ പോയി കഴിഞ്ഞതും മുഖമൊന്ന് അമർത്തി തുടച്ചു അവൾ. ഹീറ്റർ ഓണാക്കി അതിൽ നിന്ന് വെള്ളമെടുത്ത് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു. അങ്ങനെ വന്ന് കട്ടിലിരുന്ന് നോക്കുമ്പോഴാണ് ഫോൺ കാണുന്നത്. എടുത്തു നോക്കി. ഹരിയുടെ 8 മിസ്ഡ് കോൾ ഉണ്ട്. തിരികെ വിളിച്ചാലും താൻ ഈ അവസ്ഥയിലിപ്പോൾ അവനോട് എന്ത് പറയാനാണെന്ന് കരുതി തിരികെ വിളിക്കാൻ നിന്നില്ല. നെറ്റ് ഓണാക്കി നോക്കിയപ്പോൾ മെസ്സേജും അയച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കി. ശേഷം അവന് തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് അയച്ച് ഫോൺ മാറ്റിവെച്ചു. അമ്മ കാപ്പി കൊണ്ട് വന്ന് തന്നതും അത് കുടിച്ചു കഴിഞ്ഞ് നേരെ താഴേക്ക് പോയി. ഏട്ടൻ പോയോ അമ്മേ? താഴേക്ക് ഇറങ്ങും വഴി അവൻ്റെ മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു. അവൻ പോയിട്ടില്ല. ഇന്നലെ അവൻ മഞ്ഞുകൊണ്ട് ആ ബാൽക്കണിയിലാണ് കിടന്നത്. അവനും പാടില്ല, ജലദോഷമൊക്കെ ആയിട്ട് താഴെ ഇരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതും വൈഗ ഒന്ന് മൂളി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.